സുമേ, ഞാൻ ഇറങ്ങണേ. മോളെ എണീച്ചോ? ചായ കുടിച്ചോ? ഇല്ല. എന്താ ബാബേ, അമ്മ ചേച്ചി എണീറ്റില്ലേ? ഇല്ല ചാ, ചേച്ചി ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല, മുഴുവൻ കരച്ചിലായിരുന്നു. നിങ്ങൾ ഓളോട് എന്തെങ്കിലും മിണ്ടി പറഞ്ഞിട്ട് പോയിക്കോളി. മോളെ അമ്മു, അമ്മു എണീറ്റ് വന്ന് ചായ കുടിക്കി. എനിക്ക് ചായ വേണ്ട. മോളെ, ഇന്നലെ രാത്രി നീ ഒന്നും കഴിച്ചിട്ടില്ല. പല്ല് വെച്ച് വന്ന് ചായ കുടിച്ച് കോളേജിൽ പോകാൻ നോക്ക്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? നീ ഒന്ന് വാല് പറഞ്ഞേ. മോളെ അമ്മു, അമ്മു അച്ഛൻ്റെ മോള് പോയി ചായ കുടിക്കേ. എനിക്ക് ചായ വേണ്ട, ചോറും വേണ്ട, കോളേജിൽ പോകണ്ട. അപ്പൊ അച്ഛൻ ഇന്നലെ പറഞ്ഞൊന്നും എൻ്റെ തലയിൽ കയറിയിട്ടില്ല അല്ലേ? അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ എതിർക്കണത്? അച്ഛനും അമ്മയും പ്രേമിച്ചിട്ടല്ലേ കല്യാണം കഴിച്ചേ? അപ്പൊ അതാണ് വിഷയം. അതെ, അച്ഛനമ്മയും പ്രേമിച്ചിട്ട് എന്നെ കല്യാണം കഴിച്ച്. പക്ഷെ അതെ, ഒരു മതത്തിൽ നേരുന്നു. ഈ അതാണോ ചെയ്തത്? അച്ഛാ, ഞാനൊരാണിനെയാണ് ഇഷ്ടപ്പെട്ടത്. അവിടെ ഞാൻ ജാതി മതം ഒന്നും നോക്കിയിട്ടില്ല. മോളെ, ഇക്കാര്യത്തിൽ ഞങ്ങൾ അൻ്റെ കൂടെ നിന്നാൽ കൂട്ടക്കാരും കുടുംബക്കാരും നമ്മൾ ഒറ്റപ്പെടുത്തും. അൻ്റെ താഴൊരു പെൺകുട്ടി വളർന്നു വരുന്നുണ്ട് ഇവിടെ. ഓളെ കാര്യം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറ്റണില്ല അച്ഛാ. ആഷിഫ് കാക്കന് അത്രയ്ക്ക് ഇഷ്ട. ഓ, അപ്പൊ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച ഈ അടങ്ങും അല്ലേ? നടക്കട്ടെ. ഇത്രയും കാലം നല്ലത് മാത്രമേ അച്ഛൻ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇപ്പോഴും അച്ഛൻ അതാ പറയണത്. എന്നിട്ടും അച്ഛനെ ധിക്കരിക്കാനാണ് ഭാവെങ്കില്. നടക്കട്ടെ. സുമേ, ഓളോട് ഇനി ചായ വേണോ ചോറ് വേണോ എന്ന് ചോദിക്കരുത്. ഓളിഷ്ടം പോലെ ആയിക്കോട്ടെ. ഇന്ന അച്ഛന്ന് വിളിക്കരുത്. അച്ഛൻ അനുസരിക്കാത്ത കുട്ടികൾ അച്ഛന്ന് വിളിക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. എന്താണ് നോക്കിക്കണത്? എച്ചിനെ കണ്ട് പഠിച്ചോ? അച്ഛാ, അച്ഛനെ ധിക്കരിച്ച മോളൊന്നും ചെയ്യൂല. പക്ഷെ അച്ഛനെതിരെ എതിർത്ത എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അയ്യങ്ങോട്ട് ചെയ്തൂട്. പവേ ലോഡെത്തിക്കതേ വരില്ലേ? ഈ വയ്ക്കോ, ഞാൻ വന്നോളാം. വൈകുന്നേരം കാണാം. പവിയെ, ലോഡെത്തിട്ട് ഇവിടെ ഇരിക്കുക. വാ, ഈ പൊയ്ക്കോ, എനിക്കൊരു മൂഡില്ലല്ലോ. എന്താ എനിക്ക് പറ്റിയേ? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നുമില്ലടാ. ഒന്നുമില്ലയെന്ന് ഈ പറയരുത്. അന്നെന്നും എന്തെങ്കിലും കാണാൻ തുടങ്ങിയല്ലോ ഞാൻ. ഈ കാര്യം എന്താ വെച്ചാൽ പറയും പവിയെ. മോള് അമ്മൂൻ്റെ ഒരു വിഷയം എന്നോട് ഞാൻ പറഞ്ഞില്ലേ? ഇന്നലെയും ഞാനും സുമയും ഓളതിനകത്ത് പിന്തിരിപ്പിക്കാൻ കുറേ ശ്രമിച്ചു നോക്കി. എന്നിട്ട് ഓള് കൂട്ടാക്കണില്ല. പെണ്ണിന് ഭയങ്കര വാശി. ഇന്നലെ രാത്രി ഓളൊന്നും കഴിച്ചില്ല, ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പം എനിക്കൊന്ന് ഒച്ചടേണ്ടി വന്നു. ആദ്യമായിട്ടാണ് ഞാൻ അവളെ ചീത്തറിയണേ. ഈ എന്ത് വിവരക്കേടാ പവിയെ കാണിച്ച്? ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കുട്ടികളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. സ്നേഹത്തിൻ്റെ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ മനസ്സിന് കുറ്റിയുറപ്പില്ലാത്ത കുട്ടികളപ്പോൾ പറയണ്ടേ പറഞ്ഞും പോയി. അവസാനം ഓളെന്നോട് പറഞ്ഞൊരു വാക്ക് ശങ്കക്കിടന്നിങ്ങനെ തറയ്ക്കുക. എനിക്കിന്ന് പണിയെടുത്താൽ ശരിയാവില്ലടാ. ഞാൻ വീട്ടിൽ പോവാം. എടാ നൗഷോ, അവളെ കാണും. ആ 5-ാം ഗേറ്റിന്റെ അടുത്ത് ഒരു പെൺകുട്ടി തലച്ചിക്കുന്നു. എവിടെ? ആ അമ്പലത്തിന്റെ മുമ്പിൽ. ആളെ തിരിച്ച ഇല്ല, പക്ഷെ ആളൊക്കെ കൂടിക്കുന്നു. നൗഷോ, വണ്ടി എടുക്ക്. എന്താടാ? വണ്ടി എടുക്കടാ. പവിയെ, ഈ കാര്യം പറയ്. എടാ എങ്ങോട്ടാണ്? എടാ നിക്ക് പവിയെ, കൈവിടെ. ഈ കാര്യം പറയ്. വണ്ടി എടുക്ക്. വേഗം സ്റ്റാർട്ടാക്ക്. എന്താ വണ്ടിക്ക് സ്പീഡില്ലേ?
വണ്ടി നിക്ക്. എടാ നിക്കവിടെ. അച്ഛനെ ധിക്കരിച്ച പോലൊന്നും ചെയ്യൂല, പക്ഷെ അച്ഛനതിനെ എതിർത്ത. രാവിലെ 8:45 ഇത് സംഭവിച്ചത്. ഞാൻ ബൈക്ക് പോകുമ്പോൾ അത് കാണുന്നത്. പ്രേമനൈരാശായിരിക്കും. കഴിഞ്ഞ ആഴ്ച 2ാം ഗേറ്റിൻ്റെ അടുത്ത് കൊച്ചുകുട്ടി, കോളേജിൽ പഠിക്കുന്ന കുട്ടിയാ. ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ അതൊരു ഹോബിയാന്ന്. അച്ഛനമ്മമാരുടെ സങ്കടമൊന്നും ഒരിക്കലും അറിയണ്ടല്ലോ. ഓടല്ലേ. അമ്മ അകത്തുണ്ട്. എന്താ എന്താ അച്ഛാ? എന്താ ഭവ്യേട്ടാ? അമ്മോ, മോളെ അമ്മോ, നിങ്ങൾ പോയപ്പോ മുതൽ വാതിലടച്ച് കിടക്കുന്നതാ അവള്. അമ്മോ, മോളെ അമ്മോ. അമ്മ വാതില് തുറക്കടി. അച്ഛൻ്റെ കുട്ടി വേണ്ടാത്തൊന്നും ചിന്തിച്ചില്ലല്ലോ അല്ലേ? അച്ഛൻ്റെ മോളൊരു ആഗ്രഹത്തിന് അച്ഛൻ എതിര് നിൽക്കില്ല കേട്ടോ. അച്ഛൻ കൂടെ ഉണ്ടാവും. ഒന്നുകൊണ്ട് മോള് വിഷമിക്കണ്ട. അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അച്ഛനെ പേടിപ്പിച്ചങ്ങനെ മോള്. മോളെ മനസ്സറിയാൻ അച്ഛത്തിരി വൈകിപ്പോയി. എന്തിനും അച്ഛണ്ടാവും മോളെ കൂടെ.